ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്വച്ഛാധിപതിയായിരുന്ന ഫറോവയുടെ കരങ്ങളിൽ നിന്നും മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിനെയും സത്യവിശ്വാസികളെയും രക്ഷപ്പെടുത്തിയ ദിവസം മുഹറം 10 മഹാപ്രളയം സംഭവിച്ചപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമും സത്യവിശ്വാസികളെയും കപ്പലിൽ അഭയം പ്രാപിച്ചു. ആ കപ്പലിൽ നിന്നും രക്ഷപ്പെടുത്തിയ ഇറങ്ങിയ ദിവസവും മുഹറം 10 തന്നെ. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ എറിയപ്പെട്ടപ്പോൾ അതിൽ നിന്നും രക്ഷ നൽകിയ ദിവസവും മുഹറം 10 തന്നെ. ഇങ്ങനെ നിരവധി ചരിത്രങ്ങൾ സംഭവിച്ച ദിവസമാണ് മുഹറം 10. സ്വർഗം, നരകം, ഹർഷ്, കലമ്, ലൗഹുൽ മഹ്ഫൂദ് ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടതും മുഹറം 10 അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ആരോഗ്യം തിരിച്ചു കിട്ടിയ ദിവസവും യാക്കൂബ് നബി അലൈഹി സ്വലാമിന് കാഴ്ച ശക്തി കിട്ടിയ ദിവസവും മുഹറം 10 തന്നെ. ലോക ചക്രവർത്തിയായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ആ പദവി ലഭിച്ച ദിവസവും മുഹറം 10 തന്നെ. നിരപരാധിയായിരുന്ന യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ജയിലിൽ അടച്ചപ്പോൾ ആ ജയിലിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസവും മുഹറം 10 തന്നെ. മത്സ്യവയറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം ആ മത്സ്യവയറ്റിൽ നിന്നും രക്ഷപ്പെട്ട ദിവസവും മുഹറം 10 തന്നെ. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ കൊണ്ട് പുണ്യമാക്കപ്പെട്ടതാണ് മുഹറം 10. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 10 നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സഹാബാക്കളും നോറ്റിട്ടുണ്ട്. നോമ്പ് നോൽക്കുന്നവർക്കുള്ള ഓഫർ എന്താണെന്നോ, 1 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 നോൻപ് നോൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നോമ്പ് നോക്കാൻ നമുക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.